നല്ലത് കണ്ടാൽ നല്ലത് എന്ന് തന്നെ പറയണം. എന്നാൽ മോശമായി എന്തെങ്കിലും കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയണം. എപ്പോഴും അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് കർമാനൂസ് സ്വീകരിക്കാറുള്ളത്. എന്നാൽ ചിലരെങ്കിലും അതിനെതിരെ പറയാറുണ്ട്. കർമാനൂസ് പലപ്പോഴും ഒരു വിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു, ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു, ബാക്കിയുള്ളവരെയൊക്കെ അവരൊന്നും ശരിയല്ല, മോശക്കാരാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കുന്ന വാർത്തകൾ പടച്ചുവിടുന്നു എന്ന അഭിപ്രായങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നും ശരിയായിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്നും പറഞ്ഞിട്ടില്ല. അവിടെയെല്ലാം കൃത്യമായ കാര്യങ്ങളെ ഇതുവരെ അവലോകനം ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പലപ്പോഴും അഭിപ്രായങ്ങൾ തിരിച്ചാണ് വരുന്നത്. അത് സ്വാഭാവികം. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഉണ്ടാകാം എന്ന് മാത്രമേ കരുതാറുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത, അത് പറയണം, അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം MK മുനീർ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രയാസം, അദ്ദേഹത്തിൻ്റെ സ്വന്തം രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് ഇടപെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അതിനെ സോൾവ് ചെയ്ത് കൊടുത്ത ഒരു മനോഹരമായ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. സത്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അഭിമാനം തോന്നി. നമ്മുടെ നാട്ടിൽ മനുഷ്യത്വമുള്ളവർ ഉണ്ട്, നമ്മുടെ നാട്ടിൽ മനുഷ്യത്വമുള്ളവർ ഇല്ലാതായിട്ടില്ല എന്ന ഒരു ചിന്ത കൂടിയാണ് ആ വാർത്തയിലൂടെ പുറത്തു വന്നത്. മറിച്ച് മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളായിരുന്നെങ്കിലോ എന്ന ചോദ്യവും മനസ്സിൽ ഉയർന്നു. ഇതുപോലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുമോ? അവർക്ക് വേണ്ടി പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്ത് ചിലവാക്കുമോ? പാർട്ടി ഫണ്ടിലൂടെ അവരെ സഹായിക്കുമോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നിരുന്നു. അതിൻ്റെ പിന്നാലെ ഒന്നും പോയില്ല എന്നതാണ് സത്യം. എന്നാൽ ഇന്ന് രാവിലെ ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു. ശരിക്കും ഞാൻ മാത്രമല്ല, ഒരുപാട് പേർ ചിന്തിച്ച കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം തൻ്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിശദമായി പറയാം. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന രാഷ്ട്രീയ താപ്പാനകളെ ഞെട്ടിച്ച മുസ്ലിം ലീഗ്. രാഷ്ട്രീയം എന്ന മേഖലയിൽ നല്ലവരും ഉണ്ട് എന്നതിന് വലിയൊരു തെളിവാണ്. കഴിഞ്ഞ ദിവസം MK മുനീറിനെ ചേർത്തു പിടിച്ചതിലൂടെ എല്ലാവരും വെട്ടിക്കാൻ ഇരിക്കുന്നവരല്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറി MK മുനീർ. പലിശയടക്കം 49 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് മുസ്ലിം ലീഗ് കണ്ണടച്ചു തുറക്കും വേഗത്തിൽ ചെയ്ത് തീർത്തത്. പാർട്ടി ഫണ്ട് സ്വന്തം കുടുംബത്തെ നന്നാക്കാനുള്ള വകയാണെന്ന് കരുതി നടക്കുന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ അപവാദമായി മുനീറും അദ്ദേഹത്തെ ചേർത്തുപിടിച്ച മുസ്ലിം ലീഗും. എന്തായാലും ഭാസ്കരൻ നായർ ജയൻ എഴുതിയ ആ കുറിപ്പിലെ ആ വാചകങ്ങൾ അതേപടി വായിക്കുകയാണ്. കോൺഗ്രസുകാരെ BJP-ക്കാരെ കണ്ടു പഠിക്ക്. തിരുവനന്തപുരത്ത് BJP കൗൺസിലറായിരുന്ന K അനിൽകുമാർ ആത്മഹത്യ ചെയ്തു. വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇവരെ നിങ്ങൾ ചേർത്ത് പിടിച്ചില്ല, അവരെ കടക്കെണിയിലേക്ക് പറഞ്ഞുവിട്ട് ആത്മഹത്യ ചെയ്യിക്കാൻ നിങ്ങൾ അവരെ നിർബന്ധിതരാക്കി. എന്നാൽ മുസ്ലിം ലീഗ് ആകട്ടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും തന്റെ പ്രവർത്തകരെ അവർ ചേർത്ത് പിടിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരും അങ്ങനെയാണ്. എന്നാൽ കോൺഗ്രസ് BJP-ക്കാർ അങ്ങനെയല്ല. BJP കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമാകാൻ പോകുന്നു. ആയിരക്കണക്കിന് കോർപ്പറേഷനുകൾ BJP-ക്കുണ്ട്. ഒരു പ്യൂണിന്റെ ജോലിയെങ്കിലും ഈ പാവപ്പെട്ടവർക്ക്, സമരം ചെയ്തവർക്കും അടിക്കാനും വെട്ടാനും നടന്നവർക്ക് കൊടുത്തതായി എന്റെ അറിവിലില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് പേരുടെ പേരിൽ കേസുകളുണ്ട്. അവർക്കൊരു പാസ്പോർട്ട് പോലും എടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവരെ എനിക്കറിയാം. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അഭിനന്ദനങ്ങൾ. സർ, അങ്ങേ ഇത്രയും ദ്രോഹിച്ച ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കണമെങ്കിൽ വിഷമിക്കേണ്ട, പാർട്ടി കൂടെയുണ്ട് എന്ന ഉറച്ച ആശ്വാസ വാക്കുകളോടെ ഞങ്ങളോടൊപ്പം അചഞ്ചലമായി നിന്ന പ്രിയപ്പെട്ട പാർട്ടിക്ക് വാക്കുകൾക്ക് അതീതമായ നന്ദി എന്നാണ് MK മുനീർ ഇതിന് മറുപടിയായി ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹം പറയുന്നു, പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണ് സംരക്ഷിക്കപ്പെട്ടതിലുള്ള വലിയ ആശ്വാസത്തിലാണ് കുടുംബം. പ്രയാസഘട്ടത്തിൽ ആത്മവിശ്വാസം പകർന്നു നൽകിയ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ജ്യേഷ്ഠ സഹോദരനെ പോലെ കൂടെ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിക്കും അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിച്ചു. CH മുഹമ്മദ് കോയ പണിത ഈ വീട് മുസ്ലിം ലീഗിന്റെ പല നിർണായക തീരുമാനങ്ങൾക്കും വേദിയായ ഇടമാണ്. 58 ലക്ഷം രൂപയുടെ വായ്പ മുടങ്ങിയതോടെയാണ് ബാങ്ക് ജപ്തി നോട്ടീസ് നൽകിയത്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം തുക 48 ലക്ഷമായി കുറച്ചെങ്കിലും മാർച്ച് 31-നകം അടച്ചു തീർക്കണമെന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാർട്ടി ഇടപെട്ട് ബാധ്യതകൾ തീർത്തത്. മുൻപ് CH മുഹമ്മദ് കോയ അന്തരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കടബാധ്യതകളും അന്ന് പാർട്ടി ഇടപെട്ടാണ് തീർത്തിരുന്നത് എന്നതും ഇത്തരണത്തിൽ ശ്രദ്ധേയം. എന്തായാലും നല്ല മനസാക്ഷിയുള്ള രാഷ്ട്രീയക്കാരെ കണ്ടതിലുള്ള സന്തോഷം തന്നെയാണ് കേരളത്തിനും ഒപ്പം എനിക്കും. എന്നെ ഈ വാർത്തയ്ക്ക് താഴെ വന്ന ഒരുപാട് പേർ എന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് ഇടും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം പലപ്പോഴും ഹിന്ദുത്വവാദം നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ ദേശീയ പാർട്ടിയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നത് കൊണ്ടും ഈ വാർത്തയ്ക്ക് താഴെ വന്ന ഒരുപാട് പേർ കമന്റ് ഇടും
എന്നത് എനിക്ക് കൃത്യമായി അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യണം, ഈ വാർത്തയെക്കുറിച്ച് 2 വാക്ക് പറയണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, നല്ലത് കണ്ടാൽ അത് എവിടെയാണെങ്കിലും നല്ലത് എന്ന് പറയുന്ന വാദക്കാരിയാണ്, പക്ഷക്കാരിയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കർമാന്യൂസും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇനി മുൻപ് ചെയ്തിട്ടുള്ള വാർത്തകളിലെ ആ ഒരു ചുവട് പിടിച്ച് എന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ എന്നും നല്ലതിനൊപ്പമാണ്, അതിന് മാറ്റമില്ല. അതിനി ആര് ചെയ്താലും. ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്.